കുവൈറ്റിലേക്കും സൗദി അറേബ്യയിലേക്കും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഇറാൻ. ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് തീപിടിച്ചു. ആളപായമില്ല. സൗദി അറേബ്യയ്ക്ക് നേരെ 16 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്ന് പുലർച്ചെയാണ് ശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. പല ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണം. ഇതൊക്കെ കുവൈറ്റ് പ്രതിരോധ സേന നശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒരു ഡ്രോൺ നേരിട്ട് ഇന്ധന ടാങ്കിൽ, വിമാനത്താവളത്തിനോട് ചേർന്നുള്ള ഇന്ധന ടാങ്കിൽ പതിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു തീപിടുത്തം. വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി അബാസിയയിലൊക്കെയുള്ള മലയാളികൾ നമ്മളോട് പറയുകയും ചെയ്തു. ഏതായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. തീ പൂർണ്ണമായും അണച്ചിട്ടില്ല. തീയും പുകയും ഒക്കെ നമുക്ക് റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് അവിടെ നിന്ന് കാണാനും കഴിയുന്നുണ്ട്. ഏതായാലും ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് കുവൈറ്റിലെ പ്രതിരോധ സേന, അതോടൊപ്പം തന്നെ കുവൈറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി വക്താവൊക്കെ അറിയിക്കുന്നുണ്ട്. അത് വലിയ ആശ്വാസമാണ്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. 3ാം തവണയാണ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാക്കുന്നത്. യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ ഒരു ആക്രമണം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം കുവൈറ്റ് വിമാനത്താവളം പൂർണ്ണ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. ഈ മാസം 7ാം തീയതി മറ്റൊരു ഇന്ധന ടാങ്കിന് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. അന്നും തീപിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3ാമത്തെ ആക്രമണമാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് സൗദി അറേബ്യയിൽ ഉണ്ടായിട്ടുള്ള, കിഴക്കൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആക്രമണം. 16 ഡ്രോണുകളും ഒരു മിസൈലും ഉപയോഗിച്ചാണ് രാജ്യത്തിന് നേരെ കഴിഞ്ഞ രാത്രിയിൽ ആക്രമണം നടന്നത് എന്ന് സൗദി അറേബ്യ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സൗദി പ്രതിരോധ സേനയുടെ ഒരു വലിയ വിജയവുമാണ്. അതോടൊപ്പം തന്നെ UAE, അതോടൊപ്പം തന്നെ ബഹ്റൈൻ എന്നിവിടങ്ങളിലൊക്കെ ചെറിയ തോതിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മുൻപുണ്ടായിട്ടുള്ള അത്രയ്ക്ക് വലിയ ആക്രമണങ്ങളില്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ ഇപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.